യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നമുക്കൊപ്പം ഉണ്ട്. പാണക്കാട് കുടുംബാംഗം, ഒപ്പം പി കെ ഫിറോസുമുണ്ട്. ഒപ്പം യൂത്ത് ലീഗ് വളരെ സജീവമായി തന്നെ ഇവിടെ നമ്മൾക്ക് കാണാം. വോളണ്ടിയേഴ്സായും അതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തന മേഖലയിലേക്ക് അവിടുന്ന് വരുന്നവർക്ക് ഭക്ഷണം എത്തിക്കാൻ എല്ലാത്തിനും അവരിപ്പോൾ ഓടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സംഘത്തെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ദുരന്ത മേഖലയിൽ പോയിട്ടാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത്. ഞങ്ങൾ അവിടേക്ക് പോകാൻ പോവുകയാണ്. രാത്രിയിലും രക്ഷാപ്രവർത്തനം തുടരുമെന്നാണ് പറയുന്നത്. ഒരുപാട് പേര് കുടുങ്ങിക്കിടക്കുന്നതുമൊക്കെ കണ്ടു കാണുമല്ലോ. തീർച്ചയായും വളരെ ദാരുണമായൊരവസ്ഥയാണ്. ഞങ്ങൾ ആ സംഭവ സ്ഥലത്തൊക്കെ സന്ദർശിച്ചു. ചൂരൽമയും അതുപോലെ മുണ്ടക്കിലേക്കുള്ള ആ ഒരു വഴിയൊക്കെ ഞങ്ങൾ കണ്ടു. വളരെ മനസ്സിലയിപ്പിക്കുന്ന രീതിയിലുള്ള അവരുടെ കാഴ്ചകൾ. ഒരു ഗ്രാമം മുഴുവനും വെള്ളത്തിനടിയിലായി, മണ്ണിലടിയായി. നിരവധി കുടുംബങ്ങൾ രക്ഷപ്പെട്ടവർ പറയുന്നത് അവരുടെ ബാക്കിയുള്ളവർ കുടുംബാംഗങ്ങൾ മുഴുവനും മണ്ണിലടിയിലാണെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവം കേരളത്തിലെ ചരിത്രത്തിൽ തന്നെ ഇത്രയധികം ആളുകൾ ദുരന്തത്തിൽ അകപ്പെട്ട സംഭവം ഈ അടുത്തൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എന്ത് ദുരന്തം ഉണ്ടാകുമ്പോഴും എല്ലാവരും ഇവിടെ വന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഇവിടെ അതോടൊപ്പം തന്നെ യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് രക്ഷാപ്രവർത്തകരെ ഇറക്കിക്കൊണ്ട് അവരുടെ സേവനങ്ങൾ ഇവിടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. തീർച്ചയായും ഇപ്പോൾ ഇവിടെ ഭക്ഷണം എത്തിക്കാനും എല്ലാം ഒരുപാട് പേരെ കാണുന്നുണ്ട്. നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ സജീവമായിട്ട് ഇടപെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ഇടങ്ങളിലേക്കും എത്താൻ പറ്റുന്നു. ഞാൻ കണ്ട കുറേ മനുഷ്യർ, അവർക്ക് കുടുംബത്തിലെ ബാക്കി എല്ലാവരും നഷ്ടപ്പെട്ട് അവരും അല്ലെങ്കിൽ ഒരാളും കൂടി അങ്ങനെയൊക്കെ അവശേഷിച്ച ഒരുപാട് കുടുംബങ്ങളെ സാധാരണ നമ്മൾ കാണുന്നതിനേക്കാൾ വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ്. അവർക്ക് എങ്ങനെ നമുക്കൊരു മുന്നോട്ടുള്ള ജീവിതത്തിന് തുണയൊരുക്കാൻ കഴിയും? ഇതൊരു വലിയ റീഹാബിലിറ്റേഷൻ ആവശ്യമാണ്. ഈ ഒരു ദുരന്തം കഴിഞ്ഞ് ദിവസങ്ങളോടെടുക്കും ഇത് അവരെ പുനരധിവസിപ്പിക്കണം. അവർക്ക് അവരുടെ ആരോഗ്യസ്ഥിതി പലരും പരിക്കേറ്റവരുണ്ട്. അതുപോലെ അവർക്ക് വീട് നഷ്ടപ്പെട്ടവരുണ്ട്. സ്കൂളുകൾ വരെ ദുരന്തത്തിൽപ്പെട്ട അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രാമത്തെ മുഴുവനും ആളുകളെ രക്ഷിക്കാൻ, അവരെ റിഹാബിലിറ്റേറ്റ് ചെയ്യാൻ സർക്കാരും മറ്റ് സംഘടനകളൊക്കെ തന്നെയും ശ്രമിക്കേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ തന്നെ കേരളത്തിൽ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ഭക്ഷണവുമായി വന്നപ്പോൾ കോഴിക്കോട് നിന്ന് ഞങ്ങൾ സുഹൃത്തുക്കൾ വിളിച്ച് ഭക്ഷണവുമായി ഇവിടെ വരട്ടെ എന്ന് ചോദിക്കുന്നു. അപ്പം ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് അരുൺ, ഒരു കാര്യം നമുക്ക് പ്രേക്ഷകരോട് അറിയിക്കണം. ഇവിടെ ആവശ്യത്തിന് ഭക്ഷണം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്നത്തേക്കുള്ള ഭക്ഷണം ഇനി ഇവിടേക്ക് കൊണ്ടുവരേണ്ടതില്ല. ഇന്ന് രാത്രിയിൽ ഇവിടെ ക്യാമ്പുകളിലുള്ള ആളുകൾക്കുള്ള ഭക്ഷണമെല്ലാം ഉണ്ട്. ഭക്ഷണം നമുക്ക് പാഴാക്കി കളയാതെ അടുത്ത ദിവസങ്ങളിൽ നൽകാവുന്നതാണ്, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഈ ദുരന്തമുണ്ടായെന്ന് കേൾക്കുമ്പോൾ മലയാളിയുടെ പൊതുവിലുള്ളൊരു പിന്തുണ എല്ലാ അർത്ഥത്തിലും നൽകുക എന്നുള്ളതാണ്, ഭക്ഷണമായിട്ടും വസ്ത്രമായിട്ടും. ഇപ്പോൾ കാണുന്നത് ഞങ്ങൾ സന്ദർശിച്ച സ്ഥലങ്ങളിലെല്ലാം ആവശ്യത്തിന് ഭക്ഷണമുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഭക്ഷണം കൊണ്ടുവന്നാൽ വേസ്റ്റായി പോകുന്നൊരു സ്ഥിതി ഉണ്ടാവും. അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ വസ്ത്രങ്ങൾ, ഒപ്പം വീട് നഷ്ടപ്പെട്ടവർ, പഠിക്കുന്ന കുഞ്ഞുമക്കൾ ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ക്യാമ്പിലെ അവസ്ഥ നോക്കിയതിന് ശേഷം അവരുടെ ആവശ്യം അനുസരിച്ചാണ് സാധനങ്ങൾ എത്തിക്കേണ്ടത്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ കളക്ട് ചെയ്താൽ ഇപ്പോൾ വസ്ത്രങ്ങൾ കളക്ട് ചെയ്യുന്നവരുണ്ട്. ചിലപ്പോൾ ഇവിടെ കൊണ്ടുവന്നാൽ അവർക്കത് പറ്റിക്കൊള്ളുന്നില്ല. അവരുടെ സൈസും ഇതൊക്കെ നോക്കിയിട്ട് വേണം. അപ്പം വരും ദിവസങ്ങൾ അവരുടെ ആവശ്യം കൂടി പരിഗണിച്ചതിന് ശേഷമാണ് വസ്ത്രങ്ങൾ എത്തിക്കേണ്ടത്. ഭക്ഷണം അതുപോലെ തന്നെ നാളേക്ക് ആവശ്യം വരും. നാളെയും മറ്റന്നാളൊക്കെ ദിവസങ്ങൾ ആവശ്യം വരും. ഇനി കൂടുതൽ രക്ഷാപ്രവർത്തകർ വരുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. കാരണം അത്രയധികം ഈ രക്ഷാപ്രവർത്തകർ വരുന്നു. നമ്മളിപ്പോൾ കണ്ടത് 100-ലധികം പേരുടെ മൃതദേഹമാണ്. കുറേ ആളുകളെ തിരിച്ചറിയാനുണ്ട്. മണ്ണിനടിയിൽ ഇത്രയും തന്നെ ആളുകൾ ഉണ്ടാകുമെന്നാണ് ഈ നാട്ടുകാരൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ എന്താ? തീർച്ചയായിട്ടും. അപ്പം ഏതാണ്ട് 70 വീടുകൾ തന്നെ പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് കേൾക്കുന്നത്. സത്യത്തിൽ ഇതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കേണ്ട ഒരു സ്ഥിതിയിലാണ് നമ്മൾ. കാരണം കേരളത്തെ സംബന്ധിച്ച് വലിയ ദുരന്തമാണ്. ഈ മരണസംഖ്യ ഇതിൽ നിൽക്കില്ല. നമ്മൾ അവിടെ ചെന്നും ആളുകളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇനിയും ഒരുപാട് ആളുകൾ മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ സംസാരിച്ചതിന് നന്ദി. ഇവരിപ്പോൾ ദുരന്ത ഭൂമിയിൽ നിന്ന് നേരിട്ട് വന്നാണ് നമ്മളോട് ഒപ്പം ചേർന്നത്.